മണിക്കതിർക്കിനാവു കണ്ടുവോ എല്ലാ ഡീറ്റെയിൽസ് ഇതിലുണ്ട് സർ. ഇത്രയും പോരെ സർ? Oh yes, it's enough. Thank you Aravinda. You have done it well. അപ്പോൾ ഞാൻ പോയിക്കോട്ടെ സർ? Sure. നാളെ ഓഫീസിൽ കാണാം. ശരി സർ. ഓക്കെ. അരവിന്ദൻ സർ, 1 സെക്കൻഡ്. തൻ്റെ ആ ഫ്രണ്ടിന് ഞാനായിട്ട് എന്തെങ്കിലും? ഏയ് ഒന്നും വേണ്ട സർ. ഗേളി അങ്ങനെ ഒരാളല്ല. ഓക്കെ, then leave it. എൻ്റെ ഒരു സന്തോഷം കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. താൻ പോയിക്കോളൂ. ശരി സർ. അവിടെ നിന്നേ. എന്താ നിന്റെ ഉദ്ദേശം? ഇതിനെ ഇവിടെ തന്നെ വളർത്താനുള്ള ഭാവമാണെന്നാ ചോദിച്ചത്. എന്റെ ഭർത്താവ് ഇവിടെയല്ലേ, അപ്പൊ ഞാനും കുഞ്ഞും ഇവിടെയല്ലേ കഴിയേണ്ടത്? ഓഹോ, അപ്പൊ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു വന്നിരിക്കുകയാണ് നീ. എന്നാ കേട്ടോ, സ്വന്തം തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാൻ നോക്കുന്നത് എന്റെ കാലം കഴിഞ്ഞു മതി. ഈ കുഞ്ഞിനെ ഇവിടെ വളർത്തുന്നത് എനിക്കിഷ്ടമല്ല. അമ്മയുടെ മാത്രം ഇഷ്ടം നോക്കിയാ പോരല്ലോ എനിക്ക്. പിന്നെ ആരുടെ ഇഷ്ടം നോക്കേണ്ടത്? നിന്റെ ഭർത്താവിന്റെയോ? അവന്റെ തീരുമാനം ഇനിയും നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? അതോ കള്ളക്കണ്ണീരൊഴുക്കി അവന്റെ മനസ്സ് മാറ്റാന്ന് വിചാരിച്ചോ? അതൊന്നും ഇനി ഇവിടെ നടക്കില്ല. എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കാനാ പുറപ്പാട്. അതിനെ നീയൊക്കെ രണ്ടാമത് ജനിക്കണം. മോൾക്ക് എങ്ങനെയുണ്ട് ശ്യാമേ? ഇപ്പൊ നല്ല കുറവുണ്ട്. 2-3 ദിവസത്തേക്കുള്ള മരുന്നും തന്നിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി കൊണ്ടുചെല്ലാൻ പറഞ്ഞു. ഞാനും മുരളിയേട്ടനും കൂടി അങ്ങോട്ട് വരാനിരുന്നതാ. പക്ഷെ അമ്മയൊന്നും തീരുമാനിച്ച പിന്നെ അത് മാറ്റാൻ പറ്റില്ലല്ലോ. നീ തനിച്ച് വല്ലാതെ വിഷമിച്ച് കാണുമല്ലേ? സാരമില്ല ചേച്ചി, നിങ്ങളെ കാണാഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു അമ്മ പ്രശ്നം ഉണ്ടാക്കി കാണുമെന്ന്. ആശുപത്രിയിലെ ബില്ലൊക്കെ? ഓഫീസിലെ അന്നമ്മ ചേച്ചി വന്നിരുന്നു, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഡോക്ടറും കുറച്ച് ഇളവ് ചെയ്തു. അമ്മ ഏതാണ്ടൊക്കെ തീരുമാനിച്ച മട്ട. നീ സൂക്ഷിക്കണം. വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. മോളെ, നീ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ശശി നിർബന്ധിച്ച പോലും നീ അതിന് കൂട്ടു നിൽക്കരുത്. മോന്റെ കുഞ്ഞിനെ കിട്ടാനുള്ള ആഗ്രഹം അല്ല അവർക്ക്. ഉദ്ദേശം വേറെയാ. മറ്റാരെക്കാളും എനിക്കവരെ നന്നായിട്ട് അറിയാം. പക്ഷേ ശശിയേട്ടനത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാ എന്റെ സങ്കടം. എന്തു വന്നാലും നീ തളരരുത്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊടുത്ത 2 കുഞ്ഞുങ്ങളെ നിനക്ക് നഷ്ടാവും. അതിനിടവരുത്തരുത്. ഉഷയുടെ ഗതി ഇനി ഈ വീട്ടിൽ ഒരു പെണ്ണിനും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാം, എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഈ വീട്ടിലുണ്ടല്ലോ. ആ ആശ്വാസം എനിക്കുള്ളൂ. ഞാൻ പിന്നെ വരാം. ഇപ്പൊ തന്നെ തലയ്ക്ക് സംശയം തോന്നിക്കാണും. മോക്ക് വല്ലതും കൊടുത്തോ? ഉറങ്ങാൻ നേരം പാല് കൊടുത്തു. ഇനി ഉണർന്നിട്ട് മതി.
എന്താ മിസ്റ്റർ നന്ദകുമാർ, ഞാൻ പറഞ്ഞതൊക്കെ അന്വേഷിച്ചില്ലേ? സംഭവിച്ചതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യമായില്ലേ? ബോധ്യമായി. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ഉടൻ കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ മിസ്റ്റർ ശശികുമാർ, ഇങ്ങനെ ഒരു വൃത്തികെട്ട ഗെയിം കളിക്കുന്നുകൊണ്ട് നിങ്ങൾക്കുള്ള നേട്ടം എന്താണെന്ന് അറിഞ്ഞാൽ മനസ്സിലായില്ല. ദാ ഇതൊന്ന് നോക്ക്, അപ്പൊ തനിക്ക് എല്ലാം മനസ്സിലായിക്കോളും. മാർച്ച് 5 വിജയശ്രീ നഴ്സിംഗ് ഹോമിൽ നടന്നത് 12 ഡെലിവറികളാണ്. അതിൽ ഏർലി മോർണിംഗ് നടന്നത് 3 അതിലൊന്ന് ജ്യോതിലക്ഷ്മി, വൈഫ് ഓഫ് നന്ദകുമാർ, ടൈം 5:30 AM. മറ്റൊന്ന് ശ്യാമ, വൈഫ് ഓഫ് ശശികുമാർ, ടൈം 5:38 AM. ആൻഡ് ദെൻ സുധാ സൂരജ്, വൈഫ് ഓഫ് സൂരജ് ചന്ദ്രൻ, ടൈം 6:25 AM. ഇവരുടെയൊക്കെ കുഞ്ഞുങ്ങൾ ആണോ പെണ്ണോ എന്ന് കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ഭാര്യ ജ്യോതി ഒരു ആൺകുഞ്ഞിനെയാണ് പ്രസവിച്ചതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഈ റിപ്പോർട്ട് ധാരാളം മതി. ഓക്കെ, ഐ അഗ്രീഡ്. താങ്കളുടെ ഈ രോഷപ്രകടനം എനിക്ക് മനസ്സിലാവും. ഞാൻ മനഃപൂർവ്വം നിങ്ങളെ ഫൂളാക്കാൻ പറഞ്ഞ നുണയാണെന്ന് നിങ്ങൾക്ക് വേണേ കരുതാം. പക്ഷെ മനസ്സിലെ ഈ വികാര വിക്ഷോഭങ്ങൾ അടങ്ങുമ്പോൾ ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കണം സാർ. ഈ റെക്കോർഡും റിപ്പോർട്ടൊക്കെ മനുഷ്യൻ തന്നെ കുത്തിക്കുറിക്കുന്നതല്ലേ? അപ്പൊ തെറ്റുകൾ സ്വാഭാവികമായോ മനഃപൂർവ്വമായോ സംഭവിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. വാട്ട് യു മീൻ? വെറും 8 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ പിറന്ന 2 കുഞ്ഞുങ്ങൾ. 2 കേസുകളും അറ്റൻഡ് ചെയ്തത് ഡോക്ടർ എലിസബത്ത്. എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഡോക്ടർക്ക് ഈ 2 കുഞ്ഞുങ്ങളെ വെച്ചു മാറാൻ ഈ പറഞ്ഞ 8 മിനിറ്റ് ധാരാളമല്ലേ? അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതെങ്കിലോ? ഹോൾഡ് യുവർ ടങ്. ഇനി ഒരു അക്ഷരം ശബ്ദിച്ചാലുണ്ടല്ലോ പിന്നെ പ്രതികരിക്കുന്നത് ഇങ്ങനെയായിരിക്കില്ല. ഈ നിമിഷം വരെ നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ടോണ്ടിരുന്നത് എന്റെ മാന്യത. ഈ മാതിരി തേർഡ് റേറ്റ് കണ്ടുപിടുത്തങ്ങളുമായി എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ പിന്നെ ഒന്നും ഞാൻ നോക്കില്ല. പോയിക്കോ, ഗെറ്റ് ലോസ്റ്റ്. ചേച്ചി ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇല്ല. മാർട്ടിൻ, എനിക്ക് നിന്നോടല്പം സംസാരിക്കാനുണ്ട്. എന്താ ചേച്ചി? നിന്നോട് മാത്രം ഞാൻ പറഞ്ഞൊരു രഹസ്യം പുറത്തു വന്നു. അതിന്റെ പിന്നിൽ നീയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പറ, എന്തിനു വേണ്ടിയാ നീ അത് ചെയ്തത്? രഹസ്യമോ? ഞാൻ പുറത്താക്കിയെന്നോ? ചേച്ചി എന്തൊക്കെ ഈ പറയുന്നത്? വേണ്ട, എന്റെ മുന്നിൽ വേഷം കെട്ടണ്ട. മനസ്സിന്റെ വിഷമം സഹിക്കവയ്യാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്നതൊക്കെ നിന്നോട് ഞാൻ തുറന്നു പറഞ്ഞു. അത് നീ ഇങ്ങനെ മുതലെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല മാർട്ടിൻ. അതുകൊണ്ട് നീ എന്ത് മഹാകാര്യോടാ നേടിയത്? ഓ, ആ കൊച്ചുങ്ങളുടെ കേസാണോ ഈ പറഞ്ഞു വരുന്നത്? ഉള്ളത് പറയാലോ ചേച്ചി. അത് വച്ച് ഞാനൊരു ഉഗ്രൻ കളി കളിച്ചു. അത് വേണ്ടടത്ത് വേണ്ടതുപോലെ ഏക്കുകയും ചെയ്തു. നീ ഇത്ര ചതിയനായി പോയല്ലോടാ. ദ്രോഹിച്ചിട്ട് അത് വിജയിച്ചു എന്ന് വീമ്പ് പറയുന്നു. പൊറുക്കില്ലടാ ദൈവം നിന്നോട്. ദൈവം പൊറുക്കോ പൊറുക്കാതിരിക്കോ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. ഇതുകൊണ്ടിപ്പോ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, അത് ഞാൻ ഡീൽ ചെയ്യാം. വേണ്ട, സന്മനസ്സിന് നന്ദി. പക്ഷെ ഈ ദയ എന്നോടല്ല കാട്ടേണ്ടത്. നിന്റെ ഈ പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെട്ടത് 2 കുടുംബങ്ങളുടെ സമാധാനമാ. അത് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യവും. എന്റെ ജീവിതം ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആ എഞ്ചിനീയറുടെ ഒരേ ഒരു ഒപ്പ് മതിയായിരുന്നു. അതിന് മനസ്സില്ലെങ്കിൽ തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാൻ അവന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചത്. അന്ന് അവന് തോന്നാത്ത ദയ ഞാനെന്തിനു കാട്ടണം? ഇഞ്ചിഞ്ചായി അവൻ അനുഭവിക്കുന്നത് എനിക്ക് കാണണം. ശത്രുവിന്റെ വീഴ്ച കാണാൻ കരുതിയിരിക്കുന്ന നിനക്ക് സഹോദരിയുടെ അവസ്ഥ പ്രശ്നമില്ലായിരിക്കും. കുഞ്ഞിനു വേണ്ടി ശശി കേസ് കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയൊന്ന് സംഭവിച്ചാ പിന്നെ ഒരു നിമിഷം ഞാൻ ജീവനോടുണ്ടാവില്ല. ഇതിനു മുമ്പേ ഞാനത് ചെയ്തേനെ. പക്ഷേ എന്റെ മോൾ, അവൾ ഒരാളെ ഓർത്ത് മാത്രമാ ഞാൻ. എത്രേ? 10. നീ എന്താ ഇപ്പോ? 3-4 ദിവസം ഈ കോളേജ് അടച്ചു. അപ്പൊ ഞാൻ നേരെ ഇങ്ങോട്ട് വെച്ചു പിടിച്ചു.
അവധിയാണെങ്കിൽ നിനക്ക് ഹോസ്റ്റലിൽ ഇരുന്ന് വല്ലതും പഠിച്ചൂടെ? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് സമയം കളയുന്ന എന്തിനാ? അത് ശരി, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നതാണോ കുറ്റായത്? ഞാൻ കരുതി അമ്മയ്ക്ക് സന്തോഷാവുന്നു. സന്തോഷക്കുറവൊന്നുമില്ല. അടുത്ത മാസം പരീക്ഷ തുടങ്ങുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അതിന്റെ ഇടയ്ക്ക് ഈ വരവ് വേണ്ടായിരുന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പഠിക്കുന്നത് ഇവിടെ ഇരുന്നാവാലോ. അല്ല, എവിടെ നമ്മുടെ അമ്മുക്കുട്ടി? എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ പാർട്ടി? ഗംഭീരമായിരുന്നു. ഇങ്ങനൊരു പിറന്നാൾ സൽക്കാരം വേറെ എങ്ങും നടന്നിരിക്കില്ല. അത്രയ്ക്ക് കേമായിരുന്നു എല്ലാം. എല്ലാ അമ്മയുടെ മേൽനോട്ടത്തിലാവുമ്പോ കേമാവത പറ്റില്ലല്ലോ. കുറുമ്പി ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. അവൾക്കൊരു സമ്മാനം കൊണ്ടുവന്നുണ്ട് ഞാൻ. സേതു, യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നല്ലേ നീ? ചെന്ന് കുളിച്ച് ഫ്രഷായി വാ. സമ്മാനം കൊടുക്കലും കൊഞ്ചിക്കലും ഒക്കെ അത് കഴിഞ്ഞാവാം. അമ്മുട്ടി, ആ ശ്യാമിച്ചിന്ന് ഓഫീസിൽ പോയില്ലേ? ഞാൻ ലീവിലാ സേതു. മോൾക്ക് നല്ല സുഖമില്ല. അയ്യോ, എന്തു പറ്റി അമ്മുട്ടിക്ക്? പെട്ടെന്നൊരു പനി. 2 ദിവസം ആശുപത്രിയിലായിരുന്നു. അത്രയും കുഴപ്പമായോ? അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ശശിയേട്ടൻ ഓഫീസിലാ? അമ്മൂട്ടിക്ക് എൻ്റെ പിറന്നാൾ സമ്മാനം. ചടങ്ങൊക്കെ അടിപൊളിയായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. എന്തു ചെയ്യാം, ഞാനത് മിസ് ചെയ്തു എന്ന് ഓർക്കുമ്പോഴാ. അതെ, എന്താ നമ്മുടെ ഗായത്രി തമ്പുരാട്ടിയുടെ മുഖത്തൊരു ഗൗരവം? അല്ല, പൊതുവെ അങ്ങനെയാണ്. പക്ഷേ ഇന്നൊത്തിരി കൂടുതലുണ്ടോന്നൊരു സംശയം. പ്രശ്നം വല്ലതും ഉണ്ടോ ശ്യാമേടത്തി? എനിക്കറിയില്ല സേതു. എന്തു പറ്റി ഇവിടെ എല്ലാവർക്കും? ആകെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്താ ശ്യാമേടത്തി പ്രോബ്ലം? ഏയ്, ഇവിടെ എന്ത് പ്രോബ്ലം? ഒക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ഉഷേടത്തി, മുരളിയേട്ടൻ വന്നില്ലേ? ഇല്ല. വിശക്കുന്നെങ്കിൽ വന്നോ, ഞാൻ ഊണെടുത്ത് വെക്കാം. വേണ്ട ഏടത്തി, മുരളിയേട്ടൻ ശശിയേട്ടനും കൂടി വരട്ടെ, ഒരുമിച്ചിരിക്കാലോ. ഏടത്തി, എന്താ ഇവിടെ ഉള്ളവർക്ക് പറ്റിയത്? ഞാൻ വന്നപ്പോ മുതലേ ശ്രദ്ധിക്കുക, എല്ലാവർക്കും ഒരു മ്ലാനത. എന്താ കാര്യം? നിന്നോട് അമ്മയൊന്നും പറഞ്ഞില്ലേ? അതിന് അമ്മ എനിക്ക് പിടിയെന്നിട്ട് വേണ്ടേ? വന്നപ്പോ എന്തോ ചോദിച്ചതല്ലാതെ പിന്നെ മിണ്ടിയിട്ടില്ല. തലവേദന എന്ന് പറഞ്ഞ ഒരേ കിടപ്പാ. ശ്യാമേടത്തി ഒന്നും തെളിച്ചു പറയുന്നുമില്ല. ശരിക്കും എന്താ ഉണ്ടായത്? ഇപ്പോ ഈ വീട്ടിലെ പ്രശ്നം അമ്മു സേതു. നമ്മുടെ അമ്മ കുട്ടിയോ? അവൾക്ക് എന്തോ പ്രശ്നം? നമ്മുടെ അമ്മു ശ്യാമയ്ക്ക് ജനിച്ച കുട്ടിയല്ല. ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നത്? ആര് പറഞ്ഞു നുണ? നുണയല്ല, സത്യം. എല്ലാവർക്കും ബോധ്യമായ സത്യം. ശ്യാമയ്ക്ക് ജനിച്ചത് ആൺകുഞ്ഞ. അതിന്റെ കോലാഹലങ്ങളാ ഇപ്പൊ ഇവിടെ നടക്കുന്നത് മുഴുവൻ. ശ്യാമ പോലും അറിയാതെ അവൾ അമ്മ ചെയ്തൊരബദ്ധം. പ്രസവിച്ച ഉടനെ അവർ കുഞ്ഞുങ്ങളെ മാറ്റി. ഈ വിവരം അമ്മുന്റെ പിറന്നാളിന്റെ ആരോ അമ്മ അറിയിച്ചു. അന്ന് മുതൽ ഇവിടെ ഇങ്ങനെ. അമ്മുനെ യഥാർത്ഥ അവകാശിക്ക് തിരികെ കൊടുത്ത് ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാൻ അമ്മയുടെ തീരുമാനം. ശശി അതിന് നിർബന്ധിക്കുക. ശശിക്കും അതിന് താല്പര്യമുണ്ട്. അപ്പൊ ശ്യാമേടത്തി? അവൾ ആകെ ധർമ്മസങ്കടത്തില്ല. സ്വന്തം കുഞ്ഞിനെ വേണമെന്ന് അവക്കും മോഹമുണ്ട്. പക്ഷെ അതിനുവേണ്ടി അമ്മുവിനെ പിരിയാൻ അവൾക്ക് കഴിയുന്നുമില്ല. അവളെ കുറ്റപ്പെടുത്താനും പറ്റില്ല. സ്വന്തമാണെന്ന് വിശ്വസിച്ച് ഇത്രയും നാളും പാലൂട്ടി വളർത്തിയതല്ലേ. പെട്ടെന്നൊരു ദിവസം ആ ബന്ധം അർത്ഥം മുറിച്ച് കളയാൻ അവളെ കൊണ്ടെന്നല്ല ഒരാൾക്കും പറ്റില്ല. ശ്യാമയും ശശിയും തമ്മില് ഇത് ചൊല്ലി എന്നും ഇവിടെ വഴക്കാം. അതിന് എരിവേറ്റി കൊടുക്കാൻ അമ്മയുടെ ലക്ഷ്യം മറ്റൊന്നാ. പണിക്കരുടെ പ്രവചനം അതാ മനസ്സില്.
ഞാൻ ഈ കേട്ടതൊക്കെ നേരാണോ? ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സംഭവിച്ചാണോ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ വയ്യ. വിശ്വസിക്കണം. ദേവമംഗലത്ത് ഇനിയും പലത് സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ശാപം കിട്ടി വിടാണ്ടോ നമ്മുടേത്. അതിൽ നിന്ന് മോക്ഷം കിട്ടണമെങ്കിൽ നമ്മുടെ അമ്മ ദേവമംഗലത്തെ സാക്ഷാൽ ഗായത്രി ദേവിയെ ദൈവം അങ്ങ് തിരിച്ചു വിളിക്കണം. മുരളിയേട്ടാ, ആ അതെ, ഞാൻ പറഞ്ഞ സത്യമാ. ഉത്തരത്തിലൊരു പല്ലി അലച്ച മുറ്റത്തൊരു കരിങ്കാക്കെ കണ്ട അപ്പ ഇറങ്ങും ജോത്സ്യന്റെ അടുത്തേക്ക്. കവടി നിരത്തലും മന്ത്രവാദവും. എന്നിട്ട് എന്ത് നേടി? വില കൊടുക്കേണ്ടി വന്ന നമ്മുടെ ജീവിതമല്ലേ? ഇത്രയൊക്കെ ആയിട്ടും തീരുന്നില്ലല്ലോ ഈ ഭ്രാന്ത്. ഇപ്പൊ മറ്റൊന്നുകൂടി തകർക്കാൻ പോവല്ലേ? ഏട്ടൻ ഈ വീട്ടിൽ ഒരു സ്ഥാനമില്ലെന്ന് നിനക്കറിയാലോ. എന്നാ ഈ മനസ്സിലൊരു സ്ഥാനം തന്നിട്ടുണ്ട് നിനക്ക്. കൂടപ്പുറപ്പിന്റെ അല്ല, ഒരു മകന്റെ. ആ സ്നേഹം കൊണ്ട് പറയാ, നമ്മുടെ അമ്മ ജീവിച്ചിരിക്കുന്ന ഈ വീട്ടിലേക്ക് ഒരിക്കലും ഒരു പെണ്ണിന്റെ കൈയും പിടിച്ച് നീ കയറി വരരുത്. ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ നീ? ആ ഗതി എന്റെ മോനുണ്ടാവരുത്. തൽക്കാലം ഇതിലൊന്നും ഇടപെടാൻ നീ നിൽക്കണ്ട. നിന്റെ സ്വസ്ഥത കൂടി നശിക്കും. അത് നിന്റെ പഠിത്തത്തെ ബാധിക്കും. അതിനിടപെടുത്തണ്ട. എത്രയും പെട്ടെന്ന് നീ തിരിച്ചു പോണം. പൊയ്ക്കോ. सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशा ഇനി പറ, എന്താ ഈ വിഷയത്തിൽ ഏട്ടന്റെ തീരുമാനം? എനിക്കെന്നെ മോനെ തിരികെ കിട്ടണം. അതന്നെ. തീർത്തും ന്യായമായ ആവശ്യം, സമ്മതിക്കുന്നു. പക്ഷേ അതിനുവേണ്ടി ശ്യാമേടത്തിയോടുള്ള അകൽച്ച അതിന്റെ ആവശ്യമുണ്ട് ഏട്ടാ. അത് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, അവളും മനസ്സിലാക്കണ്ടല്ലേ. ശ്യാമേടത്തിന്റെ അവസ്ഥ കൂടി ആലോചിച്ച് നോക്ക്. അമ്മൂനെ പെട്ടെന്നൊരു ദിവസം വേണ്ടെന്ന് വയ്ക്കാൻ അവർക്ക് കഴിയുന്നു തോന്നുന്നുണ്ടോ ഏട്ടന്? ഏട്ടത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഏട്ടന് കഴിയുമോ അതിന്? മറ്റാരെയോ ബോധിപ്പിക്കാൻ വേണ്ടി ഏട്ടൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കാന്നറിയാം. അതുകൊണ്ടാണല്ലോ അമ്മു ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഏട്ടൻ അവളെ തിരിഞ്ഞു നോക്കാഞ്ഞത്, അല്ലേ? അല്ല, നീ കുറെ നേരമായല്ലോ എന്നെ ഇങ്ങനെ ഇരുത്തി വിസ്തരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ പറയാനുള്ള വെച്ച് പറ, എനിക്കല്പം തിരക്കുണ്ട്. ഏട്ടാ പ്ലീസ്, അങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കരുത്. ഏട്ടൻ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റൂ. എൻ്റെ അഭിപ്രായത്തിൽ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ നല്ലത്. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്ന് കരുതി പഴയതുപോലെയാണ് കഴിയുക. ആരോ ചെയ്ത ഒരു തെറ്റിന് പാവ ശ്യാമേടത്തി എന്ത് പിഴച്ചു? നമ്മുടെ അമ്മ എന്ത് തെറ്റ് ചെയ്തു? മാറിയെന്നൊരു അഭിപ്രായം പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന വേദന അത് മനസ്സിലാക്കണമെങ്കിലേ ഈ പറയുന്നവരൊക്കെ എൻ്റെ സ്ഥാനത്ത് വരണം. അപ്പോൾ ഈ ന്യായം പറയുന്ന നീ പോലും ഇതിനപ്പുറമായിരിക്കും ചെയ്തു കൂട്ടുക. ശരിയായിരിക്കാം, പക്ഷേ ഇപ്പൊ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചാ. വേണ്ട, ഇക്കാര്യത്തിൽ ആരുടെ ഉപദേശം എനിക്ക് വേണ്ട. ഇത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ്, തികച്ചും പേഴ്സണൽ. അതിൽ മറ്റാരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ വേറെ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് നീ സ്റ്റഡി ക്ലാസ് നടത്തുന്നെങ്കിൽ അവരോട് പോയി പറഞ്ഞേക്ക് ഞാൻ അതിൽ വീഴില്ലാന്ന്. ഞാൻ പോകേണ്ട വഴി എനിക്ക് നന്നായിട്ട് അറിയാം. കേട്ടിടത്തോളം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേസാണല്ലോ മിസ്റ്റർ ശശികുമാർ. ജെനുവിൻ എവിഡൻസ് ഇല്ലാതെ നമുക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും. ഞാൻ സൂചിപ്പിച്ചതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ് സർ. കുട്ടിയെ മാറ്റിയ കാര്യം ഡോക്ടർ എന്നെ സമ്മതിച്ച നിലയ്ക്ക് നിങ്ങൾ അല്പം പ്രാക്ടിക്കലായി ചിന്തിക്കൂ. അപ്പോഴത്തെ ഒരു ഇമോഷണൽ കണ്ടീഷൻ വെച്ച് ഒരുപക്ഷെ ആ ഡോക്ടർ നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞിരിക്കാം. പക്ഷേ കോടതിയിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുമ്പോൾ അവർ ഈ കുറ്റസമ്മതം നിരസിച്ചാൽ സീരിയസ് ആയ ഒരു ക്രിമിനൽ ഒഫൻസാണ് അവർ നടത്തിയിരിക്കുന്നത്. ആ നിലയ്ക്ക് കിട്ടിയേക്കാവുന്ന ശിക്ഷയുടെ മാക്സിമത്തെക്കുറിച്ച്
അവർക്ക് നല്ല ബോധ്യമുണ്ടാവും. സോ ഈ പറഞ്ഞ ഡോക്ടറെ മാത്രം ബേസ് ചെയ്ത് നമ്മൾ നീങ്ങുന്നത് മണ്ടത്തരമല്ലേ? എന്താ, ശരിയല്ലേ? അപ്പോ ഇങ്ങനൊരു കേസിന് സാധ്യതയില്ലെന്നാണോ വക്കീല് പറഞ്ഞു വരുന്നത്? ഒരിക്കലുമല്ല. നിങ്ങൾ ഈ പറഞ്ഞ കൈമാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ബട്ട് അതിന് നമ്മൾ നിരത്തുന്ന തെളിവുകൾ, അതാണ് പ്രധാനം. നിരാശപ്പെടാൻ വരട്ടെ ശശികുമാർ, നമുക്ക് ശ്രമിക്കാം. അല്ല, ഈ പറഞ്ഞ ഡോക്ടർ അല്ലാതെ, ഐ മീൻ താങ്കൾ സൂചിപ്പിച്ച സ്ത്രീ, നിങ്ങളുടെ മദറില്ല, അവരെ നമുക്ക് കിട്ടുമോ? അത് എനിക്ക് ഉറപ്പില്ല സർ. ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ എൻ്റെ വൈഫിന് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ നിലയ്ക്ക് യെസ് യെസ്, ഐ നോ ഇറ്റ്. അല്ല, ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ അവകാശി അതിനെ വിട്ടുതരാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ടോ? കോടതിക്ക് പുറത്തൊരു സെറ്റിൽമെന്റ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ല സർ, അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്ക് തീരെയില്ല. അതുകൊണ്ടാണ് ഞാൻ നിയമത്തിന്റെ വഴി നോക്കാൻ തീരുമാനിച്ചത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, പിതൃത്വത്തെ ചൊല്ലി തർക്കമുണ്ടാകുന്ന കേസുകളിൽ ചിലത് DNA ടെസ്റ്റിന് വിധേയമാക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും?